സ്വന്തമായിട്ടാണ് അവർ സ്മോക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരങ്ങനെ 70 രൂപ 60 രൂപ ഉറപ്പാണോ? കണ്ടിട്ട് എന്തോ തോന്നുന്നു. ഗ്രേപ്സ് കിലോ കിतना है? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുഡ്ഗാവിലെ അല്ലെങ്കിൽ ഗുരുഗ്രാമിലെ അല്ലെ ഹരിയാനയിലെ ഒരു റോഡിലൂടെയാണ്. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ കണ്ടോ ചട്ടി കലങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ സാധനങ്ങൾ, വെള്ളമൊക്കെ എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ, പിന്നെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകൾ, പോട്ട്, ഇങ്ങനെ ഈ പ്ലാന്റ് വെക്കാൻ വേണ്ടിയുള്ള പോട്ടുകൾ, പിന്നെ കുറച്ച് ഈ ഈ കൈൻഡ് ഓഫ് ഇങ്ങനെ ഈ ആർട്ട് വർക്കുകൾ കണ്ടോ. 2 പിള്ളേർ ഇവിടെ നിന്ന് കളിക്കുന്നത്. ഇവന്മാരെന്ത് കൊടുക്കും ഇവിടെ? ഇവരുടെ വീടും ഇത് തന്നെയാ, കട ഇത് തന്നെയാ, വീടും ഇത് തന്നെയാ, അല്ല ഇവിടെ തന്നെ ഏതാണ്ട് കളിക്കുമോ അവിടെ. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ പുകക്കുഴൽ. ഇവിടെയുള്ള മനുഷ്യരെല്ലാം സ്മോക്ക് ചെയ്യും. അപ്പം തണുപ്പ് സമയത്ത് ഒരു പ്രതിരോധമായിട്ടാണ് അവർ സ്മോക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരങ്ങനെ അത് പുകച്ച് അത് ഇങ്ങനെ സിഗരറ്റ് പോലെ ഇങ്ങനെ വലിക്കും. അല്ല, അവർ വലിക്കുമല്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ വീടുകളും. കണ്ടോ, ഇതിൻ്റെ ബാക്കിലോട്ട് കാണുന്നത് ആ കുടിൽ പോലത്തേതാണ് അവരുടെ വീട്. അതിനകത്ത് ഒരു 5, 6, 7, 8 ആൾക്കാരൊക്കെ സുഖമായിട്ട് താമസിക്കും. അത് ഭയങ്കര ഒരു അത്ഭുത കാഴ്ച തന്നെയാണത്, അല്ലേ അമ്മേ? എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഇവിടെ ഗുരുഗ്രാമിനെ പറ്റി ഒരു വാക്ക്. ഗുരുഗ്രാം ഒരു നല്ല സ്ഥലമാണ്. ഇത്തിരി വലിയ ആൾക്കാർക്ക് താമസിക്കാം, മറ്റേ വലിയ പോഷായിട്ടുള്ളവർ താമസിക്കും. അതുപോലെ തന്നെ തീരെ പാവങ്ങൾ, വീട് പോലും ഇല്ലാത്ത, അവർക്ക് വീടില്ല. അവർ ചില മരത്തിൻ്റെ ചുവട്ടിലോട്ടൊക്കെ ഒരു ചട്ടിയും കലമൊക്കെ വെച്ച് ചോറ് കുക്ക് ചെയ്ത് ഓരോ സാധനങ്ങളൊക്കെ ഒരു കെട്ടിനകത്ത് എടുക്കാനുള്ളത്. പിന്നെ ചിലരൊരു തുണി വെച്ച് ഇങ്ങനെ മറക്കും, ചിലരതും ചെയ്യത്തില്ല, ചുമ്മാ അങ്ങ് താഴോട്ട് കിടക്കും. അതെ, പല ടൈപ്പിലുള്ള ആൾക്കാരെ നമുക്ക് കാണാം. ആൻഡ് ആ ഏരിയയിലോട്ടൊക്കെ കാണുന്നത് ഇവരുടെ ഒരു സ്ട്രീറ്റാണ്, കുഞ്ഞു കുഞ്ഞു റോഡുകളാണ്. അത് നമുക്ക് ശരിക്കും കാണത്തില്ല. അതിലെ കൂടെ നമ്മുടെ വണ്ടി പോയാൽ അടി ഇടിക്കും, പിന്നെ സൈഡ് കിട്ടത്തില്ല, അങ്ങനെ പല പല കാര്യങ്ങൾ. ഇവിടെ വലിയ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നവർ. അതെ, ഇത് മെട്രോ വലിയ ഐ ടി ഹബിന്റെ സെന്ററൊക്കെ ഇവിടെ. ഇതെനിക്ക് തോന്നുന്നു ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നുന്നല്ലേ. അവരിങ്ങനെ പൈസയൊക്കെ വാങ്ങിക്കും നമ്മുടെ അടുത്തുനിന്ന് വന്ന്. പക്ഷെ നമ്മൾ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവരങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ തന്നേ പറ്റുമെന്നും പറഞ്ഞിരിക്കത്തില്ല. എന്നാലും ഇതാണ് ഇവിടുത്തെ എന്തായിരുന്നു ഭഗത് സിംഗിന്റെ നേരെ ഭഗത് സിംഗിന്റെ റൗണ്ട് അബൌട്ടാണ്. കണ്ടോ, ഇവിടെയും കണ്ടോ സൈഡിൽ ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും കുറച്ച് ടോയ്സ്, ഇത് കണ്ടോ, ഇവിടെ കുറച്ച് ടോയ്സിൻ്റെ കടകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ വണ്ടിക്കകത്തൊക്കെ ഉള്ളികൾ കണ്ടോ, ട്രാക്ടറിനകത്തൊക്കെ ഉള്ളി കട്ടക്കണക്കിനാണ് കൊണ്ടുവന്നിട്ടേക്കുന്നത്. അപ്പോൾ അതിന് 5 കിലോയ്ക്ക് എത്ര രൂപയായിരുന്നു അമ്മ? കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാലോ 100 രൂപയ്ക്ക് 5 കിലോ. 100 രൂപയ്ക്ക് 5 കിലോ കിട്ടും. കണ്ടോ ചിക്കു, മസ്ക് മെലനൊക്കെ കണ്ടോ, ഈ സൈക്കിളിനകത്താണ് നിൽക്കുന്നത്. കണ്ടോ ചിക്കു, ചിക്കുവിൻ്റെ ആളെന്ത്? ചിക്കു നല്ലതാണോ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചിക്കു വാങ്ങിക്കുകയാണ്. ചിക്കു 1.5 കിലോയ്ക്ക് 100 രൂപയെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിയോട് നല്ല ചിക്കു എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു എപ്പോഴത്തേക്കുള്ളതാ വേണ്ടേ, നാളത്തേക്കാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഇതിനകത്താണ് അവർ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നത്. ഇവിടെ QR കോഡും വെയിങ് മെഷീനും എല്ലാം ഉണ്ട്. ഈ മരം കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ? നല്ല റൂട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ആലാണിത്. ബനിയൻ ട്രീ അല്ലേ? ബനിയൻ ട്രീ നമ്മുടെ നാട്ടിലെ കൂട്ടുള്ളതല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 1.5 കിലോ ഉണ്ട്. പൈസ പേയട്ടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 1.5 കിലോയ്ക്ക് 100 രൂപ വെച്ചൊരു ചിക്കു വാങ്ങിച്ചിട്ടുണ്ട്. പുള്ളി പ്രത്യേകം പറഞ്ഞു തുറന്ന് വെക്കണം, എന്നാലേ അല്ലെങ്കിൽ അത് അഴുക്കാവും. പിന്നെ കണ്ടോ ഗ്രേപ്സ് ഉണ്ട്, ഇവിടെ വാട്ടർ മെലൻ ഉണ്ട്, പിന്നെ ബനാന ഉണ്ട്. കണ്ടോ, എന്താ ചോദിക്കണ്ടേ,
प्राइस बनाना है भैया बनाना के लिए कितना है? 70 रुपये होंगे 70 रुपये। दर्जन। हाँ ये लो 60 रुपये ही है ना? नहीं 80 रुपये और 70 रुपये बिकता है यहाँ पर। अच्छे फूल सारे ഇപ്പൊ ഇവിടെ 12 എണ്ണത്തിന് 70 രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പുറയിലല്ലേ ഉള്ളത് ഗ്രേപ്സ് വേണോ? ചക്കൻ കഴിക്കും ഇഷ്ടമാണ് ഗ്രേപ്സ് നല്ലതാണോ അതിന്? നല്ലതാണ് പിന്നെ ഇവിടെ മസ്ക് മെലൺ ഉണ്ട്. പിന്നെ വേറെ കുറേ കടകളുണ്ട് കണ്ടോ, ഫ്രണ്ടിലോട്ട് കണ്ടോ, ഇഷ്ടം പോലെ കടകളുണ്ട്. ഗ്രേപ്സ് ഇവിടെ ഒരു കുഞ്ഞി കട തന്നെ ഉണ്ട് ഫ്രൂട്ട്സിന്റെ. ഗ്രേപ്സിന് എത്ര കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ഓരോ കുട്ടി കടകളാണ്. അത് കുറേ ബോക്സിന്റെ മണ്ടയ്ക്ക് ഉണ്ടാക്കിയേക്കുന്ന കടകളാണ്. കണ്ടോ, ഇതാണേലും ഒരു കടയാണ്. ഇത് അടുത്ത കട എന്ന് പറഞ്ഞ് പൈസയ്ക്കൊന്നും റേറ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. നല്ല ഹൈ റേറ്റിലാണ് ഇവരൊക്കെ റേറ്റ് പറയുന്നത്. 150 രൂപ 1 കിലോ ഗ്രേപ്സിന്. പിന്നെ ഇത് കണ്ടോ, ഇതും ഫ്രൂട്ട്സ് ആണ്. ഇത് കണ്ടോ, ഉപ്പ് കണ്ടോ, ഉപ്പ് കല്ലായിട്ടിരിക്കുന്ന ഉപ്പ് ഇതിനൊക്കെ കിട്ടും. പിന്നെ എന്താ പ്ലാൻ? ഗ്രേപ്സ് വാങ്ങിക്കണോ? ഇത് കൊള്ളാം. ഈ ഗ്രേപ്സ് കൊള്ളത്തില്ല, ഇതൊരു പന്ന ഗ്രേപ്സ് അല്ലേ അത്? ഇത് ഗ്രേപ്സ് തന്നെ ഈയിടെ ഞാൻ വാങ്ങിക്കും. പന്നൊന്നും നീ വാങ്ങിക്കും. ഉറപ്പാണോ? കണ്ടിട്ട് എന്താ തോന്നുന്നു? भैया ग्रेप्स के लिए कितना है? 140 रुपये किलो। हाँ 100 140 140 भैया 1 किलो अच्छा वाला देना है. അപ്പോൾ ഗ്രേപ്സിന് 140 രൂപയാണ് അവർ പറയുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും ഒരു പഴം വാങ്ങിച്ചല്ലേ. പഴം 2:30. അയ്യോ 2 മണിയായോ? ഇത്ര പെട്ടെന്നോ? കണ്ടോ ഇവിടുത്തെ ആലൊക്കെ കണ്ടോ, ആല് കണ്ടോ, എന്ത് രസമാണ് ഇവിടെ മരം അല്ലേ. ഇവിടെ മരം ഭയങ്കരമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യും. കണ്ടോ, ബൊഗെയിൻ വില്ല. ഗ്രേപ്സ് വേണ്ട, ഇനി ഗ്രേപ്സ് വേണ്ട. കണ്ടോ പഴം, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് പോയി അങ്ങോട്ടാ പോകുന്നത്. ആണോ റൂട്ട് സെറ്റ് ചെയ്യണോ? റൂട്ട് സെറ്റ് ചെയ്താണോ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ ഇനി റൂട്ട് സെറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോട്ടെ. ബൈ.